നമസ്കാരം, ഞാൻ Shalu Vinu. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പൈസി മസാല ടോസ്റ്റ് ആണ്. നമ്മൾ ഓംലെറ്റ് ഒക്കെ റെഡിയാക്കുന്നത് പോലെ ഒരു ബാറ്റർ റെഡിയാക്കിയിട്ട് മുട്ടയിൽ നമ്മൾ ബ്രെഡൊക്കെ അതിൽ ഒന്ന് മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് വെജിറ്റബിളൊക്കെ ടോസ്റ്റ് ചെയ്തതിൽ ചേർക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, കറിവേപ്പില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 മുട്ട എടുക്കാം. ഇതിലേക്ക് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചാട്ട് മസാല, പിന്നെ ആവശ്യത്തിന് നമ്മളിതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സും എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ചും എരിവിനനുസരിച്ചും ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു മീഡിയം എരിവിന് വേണ്ടിയിട്ടുള്ള കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഏതെരിവാണോ കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടാം. അതായത് കുരുമുളകിൻ്റെ എരിവാണ് കൂടുതൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടാം. പച്ചമുളകിൻ്റെ എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് കൂട്ടാം. ഇപ്പം നമ്മൾ ആദ്യം ഈ വെജിറ്റബിൾസൊക്കെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊരല്പം ജീരകം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും കേട്ടോ. ഇപ്പം ജീരകമൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണം ചെറുതായിട്ടൊന്ന് പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവാള നല്ല ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സവാളയൊക്കെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരുപാടങ്ങ് വഴന്ന് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്കൊരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് വരും. ഇപ്പോൾ സവാളയൊക്കെ ഇതേപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലയും, 1/4 ടീസ്പൂൺ കായപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളകൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചിലർക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായിരിക്കും, അപ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലയുടെയൊക്കെ പച്ച മണം ഒന്ന് പോകുന്നത് വരെ വേണം വഴറ്റാനേ. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്യാപ്സിക്കം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ തക്കാളി ലാസ്റ്റ് ചേർക്കുന്നത് നമുക്കിതങ്ങ് ഒരുപാട് ഉടഞ്ഞു പോകാൻ പാടില്ല. ഇത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതിയാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തക്കാളി ലാസ്റ്റിലായിട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തക്കാളി ചെറുതായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക്
ഇനി ഇതിലേക്ക് ഒരല്പം നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഈ മല്ലിയിലയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വഴറ്റി നല്ലൊരു മസാല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് ഒരുപാട് വെന്തുടഞ്ഞു പോവാതെ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ബ്രെഡൊക്കെ ഒന്ന് കഴിക്കുമ്പം നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ട് ഇതിലൊന്ന് കടിക്കാൻ കിട്ടണം. ഇനി നമുക്ക് ബ്രെഡൊന്ന് ടോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂണോ ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ബീറ്റ് ചെയ്യാമേ. അപ്പം നിങ്ങൾക്ക് മുട്ടയൊക്കെ കുറേ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 3 or 4 മുട്ട ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ബ്രെഡിന് 2 മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഈ ചാറ്റ് മസാലയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും കേട്ടോ. ഇനി ഒരല്പം റെഡ് ചില്ലി ഫ്ലേക്സും മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഈ ഒരു ടോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഈ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. നിങ്ങൾക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്താലും മതിയാവും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതിങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമ്മളിതൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ടോസ്റ്റിന് നല്ലൊരു കളറും ഉണ്ടാവും, ഒരല്പം കൂടെ എരിവും കിട്ടും. ഇതിപ്പോൾ നല്ല സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടറാണ് ഇഷ്ടമെങ്കിൽ ഇതിലേക്ക് ബട്ടർ ചേർത്താലും മതിയാവും. ഞാനിപ്പോൾ ഇതിലേക്ക് എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കും. ഇനി നമുക്ക് റെഡിയാക്കി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക് ഈ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ 2 ഭാഗത്തും നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആവുന്നത് പോലെ 2 സൈഡും ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഈ ബാറ്റർ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റ് കൊണ്ട് നല്ലതുപോലെ ടോസ്റ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ ഇതിൻ്റെ അടുത്ത ഭാഗവും നല്ലതുപോലെ ടോസ്റ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 ഭാഗവും നല്ലപോലെ ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് കൂടെ ടോസ്റ്റ് ചെയ്തെടുക്കാമേ. ഇതേപോലെ നമ്മൾ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇത് പാനിൽ ചേർത്ത് 2 സൈഡും ഒരുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാളും ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ചെയ്യുന്നതിനേക്കാളും ഫ്രഞ്ച് ടോസ്റ്റിനേക്കാളും മസാല ടേസ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ ടോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിന് മേലെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാല എല്ലാം കൂടെ ചേർത്ത് വഴറ്റിയെടുത്തിരിക്കുന്ന ഈ വെജിറ്റബിൾസും കൂടെ ഇതിന് മേലെ വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡിലും ഈ വെജിറ്റബിൾസ് എല്ലാം മേലെ ഒന്ന് വച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് എത്ര പെർഫെക്റ്റ് ആയിരിക്കും എന്ന്. ഇതിന് ടേസ്റ്റ് ഊഹിക്കാനും പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ.
അപാര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് നല്ല ഫില്ലിങ്ങുമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വെജിറ്റബിൾസൊക്കെ വഴറ്റിയെടുത്തതിന് മേലെ ചേർത്തില്ലെങ്കിലും ഇപ്പോൾ ഇതേപോലെ തന്നെ ഈ എഗ്ഗിൻ്റെ ബാറ്ററിൽ നമ്മൾ ഈ ബ്രെഡ് ഒന്ന് മുക്കിയിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ഇത് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണേ.